ഹംപി യാത്രയുടെ മൂന്നാം പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ് വഴിയാണ്. ഇവിടെ ക്യൂൻസ് പാലസിൻ്റെ ബേസ്മെൻറ്റ് കഴിഞ്ഞ് ലക്ഷ്മി നരസിംഹത്തിൻ്റെ ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ശില്പം നമുക്ക് കാണാൻ പറ്റും. ഇതിനടുത്ത് തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഗണപതി രൂപവും തൊട്ടടുത്തായി തന്നെ ഒരു ശിവലിംഗം കാണാൻ കഴിയും. ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശിവലിംഗമാണ്. ഇവിടെയൊന്നും നിലവിൽ പൂജകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. മുന്നിൽ നമുക്കൊരു നന്ദി ശില്പം കാണാം. ചുറ്റും വെള്ളം തന്നെയാണ്. ഈ നന്ദി ശില്പത്തിൻ്റെ മുന്നിലായിട്ടാണ് ശിവലിംഗമുള്ളത്. ഇത് അണ്ടർഗ്രൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയത്തേത് ഹസ്ര രാമചന്ദ്ര ടെമ്പിളാണ്. ശില്പഭംഗിയിൽ സുന്ദരമായ ഒരു ക്ഷേത്രമാണ് ഹസ്ര രാമചന്ദ്ര ടെമ്പിൾ. ഇനി നമുക്ക് കാണാനുള്ളത് ലോട്ടസ് മഹലാണ്. ലോട്ടസ് മഹൽ ശില്പചാരുതയിലും ശില്പഭംഗിയിലും വളരെ വൈവിധ്യമുള്ളതാണ്. ഇത് 2 നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പും കുളിർമയും അനുഭവപ്പെടും. ഇവിടെ പ്രവേശിക്കാൻ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതാണ്. റോയൽ എലഫൻറ്റുകൾക്ക് നിൽക്കാനുള്ള എലഫൻറ്റ് സ്റ്റേബിളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ക്യൂൻസ് ബാത്താണ്. രാജ്ഞിക്കും തോഴിമാർക്കും കുളിക്കാനുള്ള കുളിക്കടവാണ് ഈ ക്യൂൻസ് ബാത്ത്. ഇവിടെ ഇതിൻ്റെ ചുമരുകളിൽ നിരവധി ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് ഈ തള്ളി നിൽക്കുന്ന ഈ പാത്തികൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകാൻ കഴിയുന്നതാണ് വിതല ടെമ്പിൾ. വിതല ടെമ്പിളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഈ സ്റ്റോൺ ചാരിയറ്റ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഈ വിതല ടെമ്പിളിലാണ്. ഇവിടെ 50 രൂപ വെച്ച് നോട്ട് വെച്ച് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അത് കാണുവാനുള്ള കാണികളുടെ തിരക്കും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് സപ്തസ്വരങ്ങൾ കേൾക്കാൻ കഴിയുന്ന മ്യൂസിക്കൽ പില്ലേഴ്സും കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഓരോ ടെമ്പിളുകളും അതിൻ്റെ കൊത്തുപണികളും അതിൻ്റെ ഗോപുരങ്ങളും ഒക്കെ തന്നെയായിട്ട് കണ്ണിന് കുളിർമയേകുന്ന ഈ ഹംപി യാത്ര ഇവിടെ ഒരിക്കലും തീരുന്നില്ല. ഹംപിയുടെ ചരിത്രവും ഹംപിയെക്കുറിച്ചുള്ള കഥകളും അതുപോലെ തന്നെ ഹംപിയിലെ നിർമ്മിതികളും മനസ്സിന് ഒരിക്കലും മതിവരുന്ന ഒന്നല്ല. വീണ്ടും ഒരു തവണ കൂടി തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഇന്ന് ഹംപിയോട് വിട പറയുകയാണ്.